ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ നായ്ക്കളുടെ വിശേഷങ്ങളാണ് ഞാനിന്നിപ്പോൾ പറയാൻ പോകുന്നത്. ചായ കുടിക്ക്. ഡാ നീ മാറ്, അവൻ കുടിക്കട്ടെ. ഡാ അഴക്ക് കൂടരുന്നില്ലേ, അവൻ കുടിക്കട്ടെ. നിനക്ക് പാല് തന്നില്ലേ? പാല് തന്നില്ലേ? മതി, അവനത് കുടിക്കട്ടെ കേട്ടാ. ബഹളം കൂടരുത്. ഫ്രണ്ട്സല്ലേ നിങ്ങൾ? ഇന്നലത്തെ പോലെ ഇന്നിനി കടി കൂടരുത് കേട്ടോ. അതാ എന്നെ വിളിക്കുന്നു. എൻ്റെ അതിഥിയായി വന്ന നായെ കൊണ്ടുപോകാൻ ഇതുവരേക്കും ആരും വന്നിട്ടില്ല. ഞാൻ ഗ്രൂപ്പിലിട്ടു, വീഡിയോ ചെയ്തു, എന്നിട്ടും ഒരാൾ അന്വേഷിച്ച് വരുന്നുണ്ട്. കാരണം ഈ നായ ഇത്രയും വയസ്സായ നായയാണ്. അതിന് വയ്യാണ്ടായപ്പോൾ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോയതാണോ എന്ന് അറിഞ്ഞുകൂടാ. മനുഷ്യന്മാർക്കാണെങ്കിൽ വയസ്സായാലാക്കാൻ വൃദ്ധസാധനമുണ്ട്, മൃഗങ്ങൾക്ക് അതും ഇല്ലല്ലോ. എന്താ ചെയ്യുക? എന്തായാലും നോക്കിയാലേ പറ്റൂ. നായക്കൾക്ക് മനുഷ്യരെക്കാളും സ്നേഹമൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞെങ്കിൽ ഒരു സംഭവം ഉണ്ടായി. ഞാൻ വന്ന ദിവസം എൻ്റെ നായക്കാണെങ്കിൽ പാലും ഉപ്പും പഞ്ചസാരയും, അതല്ലെങ്കിൽ തൈരും ഉപ്പും പഞ്ചസാരയും ചേർത്ത ചോറ് മാത്രമേ അത് കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ വന്ന ദിവസം ഈ നായ പുറത്ത് നിൽക്കുമ്പോൾ ആദ്യം കൊടുത്ത ചോറ് ആ നായയുടെ ആയിരുന്നു. അപ്പോൾ ഇതും അത് പഴകുമെന്ന് വിചാരിച്ച് ഞാൻ ഇതിന് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തത് സാമ്പാറും കൂട്ടിയിട്ടാണ്. ഈ നായ്ക്ക് അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കഴിക്കാൻ വന്ന സമയത്ത് എൻ്റെ നായയും ഒപ്പം വന്നു. അപ്പോൾ ഈ വന്ന അതിഥി നായ എൻ്റെ നായയെ നോക്കിയിട്ട് മുരണ്ടു. അത് കണ്ടപ്പോൾ എൻ്റെ നായയ്ക്ക് ദേഷ്യം വന്നു. രണ്ടും കൂടി കടിപിടി. ഞാൻ ആകെ പേടിച്ചു പോയി. അപ്പോൾ എനിക്ക് എൻ്റെ നായ ഒന്ന് തല്ലണ്ടി വന്നു. കിടന്ന റോസിൻ്റെ ഒരു കഷ്ണത്തിൽ അടി കൊടുത്തു. അവനത് കൊണ്ടിട്ട് ഓടിപ്പോയി. പക്ഷേ മനുഷ്യന്മാരെ പോലെ തന്നെ നായ്ക്കൾക്കും ഫീലിംഗ് ഉണ്ട്. അത് ദൂരെ മാറിപ്പോയി വന്ന് എന്നെ ദയനീയമായി നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. എനിക്കപ്പോൾ വിഷമം തോന്നി. അതിൻ്റെ മനസ്സിലൊരു ചിന്ത, പുതിയ നായ വന്നപ്പോൾ എന്നെ വേണ്ടത്ര ഗവനിക്കണില്ലേ എന്നൊരു തോന്നൽ. അപ്പം ഞാൻ നായ്ക്കളെയൊന്നും അങ്ങനെ തൊടാറൊന്നുമില്ല സാധാരണ. അപ്പം അതിൻ്റെ വിഷമം മാറാൻ പോയി എൻ്റെ നെറുകിൽ തൊട്ട് ഞാനൊന്ന് തലോടി കൊടുത്തു. അപ്പോൾ അതിന് കുറച്ച് ആശ്വാസമായി. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം വൈകുന്നേരം ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു. ആ നായ്ക്ക് പാലാണ് കുടിക്കുക, എൻ്റെ നായ പാലാണ് കുടിക്കുക. ഇവനിത്തിരി ചായ കൊടുക്കട്ടെ പറഞ്ഞ് ഞാൻ ചായ ഒരു പാത്രത്തിലാക്കി അവിടെ വെച്ചപ്പോൾ ചോട്ടു ഞങ്ങളുടെ അയൽപക്കത്തെ നായയാണ്. എൻ്റെ നായയുടെ പേര് മോട്ടു എന്നാണ്. ചോട്ടും മോട്ടും ഒരമ്മയുടെ മക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കണ്ടാൽ രണ്ടും ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. അവനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. കണ്ടാൽ ഒരുപോലെ ഇരിക്കും. എൻ്റെ അതിഥി നായയ്ക്ക് ഒരു പേരില്ല. ഒരു പേര് നിങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റ് ബോക്സിലിട്ടാൽ വലിയ ഉപകാരമായിരിക്കും. കുറേ പേരുകൾ വരികയാണ്, നമുക്കൊന്ന് അതിൽ നിന്നൊരു പേര് നറുക്കിട്ടെടുക്കാം. മോട്ടു 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 ഇതാ ഫ്രണ്ടിൻ്റെ അടുത്ത് പോടാ. മോട്ടു ഇതാ മോട്ടു. ഭക്ഷണം കഴിക്കാത്ത സമയത്തൊക്കെ നല്ല ലോക്യത്തിലാണ് അവർ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.